ഇന്ന് മുട്ട ബിരിയാണിയാണ് ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. 1.5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് അരിയൊക്കെ കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 3 ഏലക്കായും 4 ഗ്രാമ്പും 2 പീസ് പട്ടയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി വരണം. അരി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇവിടെ ഇത് ഒരു 90% കുക്കായി വന്നിട്ടുണ്ട്. ബാക്കി ദം ചെയ്തെടുക്കുമ്പോൾ കുക്കാവും. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം. പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. അണ്ടിപ്പരിപ്പ് എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഒന്ന് കളർ മാറി വരുമ്പോൾ ഇത് മാറ്റി വെച്ച് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി നൈസായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. സവാളയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതേ പാനിൽ മുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാൾ കുറവ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എണ്ണയുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് മാറ്റി കൊടുക്കണം. മുട്ടയൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ ഇതേ പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 സവാള നൈസായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇവിടെ ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത്. ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ മുട്ടയിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല ഒരു വലിയ പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് കംപ്ലീറ്റായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് റോസ് വാട്ടറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പഴയ ദോശത്തവ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പാൻ വെച്ച് കൊടുക്കണം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് ആയാൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് അരിയൊന്നും ഉടഞ്ഞു പോവാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസും മസാലയൊക്കെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.